വെക്കേഷനൊക്കെ അല്ലേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഉണ്ണിയാൽ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ശരണയും പിള്ളേരും നമ്മളെല്ലാവരും കൂടെ കേട്ടോ പോണത്. വൈകുന്നേരമാണ് പോണത്. പോണ വഴിയിൽ ചായ കുടിച്ചിട്ടാണ് പോകാമെന്ന് വിചാരിച്ചിട്ട് ചായക്കട കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിർത്താൻ വേണ്ടിയിട്ട് ഒരു തുറയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ കയറിയിട്ട് ഒരു ചായയും പരിപ്പോടിയും പഴംപൊരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു സമയത്ത് ചായ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വെപ്രാളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചായ കിട്ടി കഴിഞ്ഞാൽ രാത്രി ഒരു 10 മണി വരെ ആണെങ്കിൽ ഫുഡൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ സീനൊന്നുമില്ല. പിന്നെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഉപ്പിലിട്ടതോ അതും ഇതൊക്കെ വാങ്ങിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പ്ലാനിലാണ് പോണത് കേട്ടോ. പോയി എടാ വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിതാ ഇങ്ങനെ പോകേണ്ടത് അങ്ങനെ പോയി മൂക്ക് പിടിക്കാന്ന് പറയില്ല, അതുപോലെയായിരുന്നു. ഒരു മണിക്കൂറൊക്കെ വെറുതെ നമ്മുടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു അവിടെ ഇങ്ങോട്ട് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഉണ്ണിയാൽ ബീച്ചിൽ ഫസ്റ്റാണ് പോകേണ്ടത്. നമ്മൾ വേറൊരു ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു, അത് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. അത് വിചാരിച്ചിട്ട് നേരെ വെച്ച് പിടിച്ചത് അങ്ങോട്ടാണ് കേട്ടോ, ചാവക്കാട് പോണ വഴിക്കിൽ. പിന്നെ തടാ ഇങ്ങനെ എത്തി നമ്മളിവിടെ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മറ്റു കടലിൻ്റെ പോലെ ഒരു പേടിയൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ വിട്ടല്ല കടലും ഈ പറഞ്ഞ പോലെ കടകളും തമ്മിൽ വലിയ അകലല്ല. അതുകൊണ്ട് ആളും മനുഷ്യനൊക്കെ കുറച്ച് അടുത്തുണ്ട് കേട്ടോ. നമുക്കിവിടെ പൊന്നാനിയൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് പേടി കേട്ടോ, കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പേടിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ സോനുവിന് വേണ്ടിയിട്ട് പട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടെ അതിലൊരു ലൈറ്റൊക്കെ അവർ ഫിറ്റ് ചെയ്തിട്ട് നൈറ്റൊക്കെ ആകുമ്പോഴേക്കും കുറച്ചുകൂടെ വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കടകൾ നിരന്തരാതര കടകളുണ്ട്, ഉപ്പിലിട്ടതും ഐസ്ക്രീമും അതും ഇതൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ല വൈബ് പിടിച്ചിട്ടൊരു ബീച്ച് നല്ലതാണ് കേട്ടോ. നമുക്കൊരു വെക്കേഷൻ മൂഡൊക്കെ ആയിട്ട് പോയിരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നമുക്കവിടെ ഒരു മൂഡൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് കടൽ, എനിക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാണ് കേട്ടോ കടൽ. ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താ അവിടെ പോയിട്ട് എന്ത് തേങ്ങ കാണാൻ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല, പക്ഷെ അത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഒരു മനസ്സിനൊരു സമാധാനമാണ്. സങ്കടമായാലും സന്തോഷമായാലും എനിക്കിഷ്ടമാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ വൈബ് അടിച്ചു ഒരുപാട് നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ടുകളിയായിട്ടും അതായിട്ടും ഇതായിട്ടും ആടി തിമർത്തു എന്ന് പറയില്ലേ, അതുപോലെ ആയിരുന്നു കേട്ടോ. നൈറ്റ് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഫ്രഷ് ആയിട്ടായിരുന്നു. ചിലയിടത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വാടിയിട്ടല്ലേ കിട്ടുക, ഇതങ്ങനെയല്ല, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അവിടെ ആർമാദത്തിൻ്റെ അയ്യരുകളിയായിരുന്നു കേട്ടോ കുറേ നേരത്തിന്. പിന്നെ അമ്പൂന് ഞാനിതാ ഒരു അടുപ്പൊക്കെ കൂട്ടി സെറ്റ് ചെയ്തിട്ട് വെച്ചും കൂട്ടാനും കളിക്കില്ലേ നമ്മൾ ചെറുതിൽ, അതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ പഴയ ഒരു നൊസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ കണ്ണൻകുട്ടിയും കൂടെ കളിയും ബഹളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നെ എടുത്ത് പൊക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമതും കൂടെ എടുക്കുക വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് പ്രഹസനായി തോന്നുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവന് ഭയങ്കര മടിയാണ് അതിൽ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നമ്മുടെ അടുപ്പൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളിവിടെ ബിരിയാണി വെക്കാൻ ഞാനും അമ്പും കൂടെ അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. മണലിൽ ഇങ്ങോട്ട് ആറാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ നനഞ്ഞ് പിപ്പിളിയായിട്ട്. ഇനി പോകുമ്പോൾ വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കണക്കുട്ടിക്ക് ഇങ്ങനെ നനഞ്ഞിട്ട് ഫുഡ് കഴിക്കണ അറപ്പാണ് കേട്ടോ. അവനാണെങ്കിൽ ഇറങ്ങില്ല എന്ന് വിചാരിച്ചിട്ട് വേറെ ഡ്രസ്സ് എടുത്തിട്ടുമില്ല. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ വാഷ്റൂമിൽ പോയി നല്ലോണം വാഷ് ചെയ്ത് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വളാഞ്ചേരി നമ്മുടെ ക്രൗണിലാണ് വന്നിട്ടുണ്ടായിരുന്നു. മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അയ്യോ വിശന്നിട്ടില്ലേ, കണ്ടെന്ന് ഇങ്ങനെ പൊന്നീച്ച പറക്കണ പോലെ ആയിരുന്നുണ്ടായിരുന്നു. അത്രയും വിശക്കുണ്ടായിരുന്നു കേട്ടോ. ആ ഉപ്പിലിട്ടതും അതൊക്കെ അല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒന്നും അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമമായിട്ട് തോന്നുന്നു ഒട്ടുമിക്ക കടകളും ഇല്ല. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് നമ്മൾ പോരുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.